ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ കാലുകളിലോട്ടുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങൾ ഞാനിത് കാണിച്ചു തരാം. ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെയും ഈ കാലിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ. അപ്പം ഈ വ്യായാമത്തിൻ്റെ പല പല വേരിയേഷൻസാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങളിൽ ഏതെങ്കിലും ഒരു 3 വ്യായാമങ്ങൾ നിങ്ങൾക്ക് ദിവസേന നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാറിയും തിരിഞ്ഞും ഒരു 3 വ്യായാമങ്ങൾ വെച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കാലിലോട്ടുണ്ടാവുന്ന കാലിൻ്റെ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാലുകൾക്ക് സംഭവിക്കുന്നത്. മിക്കവാറും ആൾക്കാരൊക്കെ അഭിമുഖീകരിക്കുന്ന പല പല പ്രശ്നങ്ങളാണ് ഈ കാലിൻ്റെ ഈ പെരുപ്പ് അല്ലെങ്കിൽ വേദന, അതിനൊക്കെ തന്നെ വെരിക്കോസിസ് വെയിൻ, അതിനൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ. അപ്പം നമ്മുടെ ഈ കാലിൻ്റെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് വരുമ്പം തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. നമ്മുടെ ഈ കാലുകളുടെ ഈ പാദങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കളർ വ്യത്യാസങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ കാലുകൾക്ക് മിക്കവാറും ആൾക്കാർക്ക് എല്ലാം പ്രശ്നങ്ങളാണ് ഇതേപോലെ. അപ്പം ഈ ഒരു വ്യായാമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിനെ ഫുള്ള് സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. നിങ്ങളുടെ ഈ കാലിൻ്റെ പാദം തൊട്ട് നിങ്ങളുടെ തുടകൾ, നിങ്ങളുടെ ഹാംസ്ട്രിങ്, കാഫ് മസിൽ, ഇതിനെല്ലാം ആക്ടിവേഷൻ ചെയ്യാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വ്യായാമങ്ങളിലോട്ട് പോകാം. നിങ്ങളിതിൽ ഏതെങ്കിലും ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങളിൽ ഒരു 3 വ്യായാമങ്ങൾ നിങ്ങൾ നിത്യേന പരിശീലിച്ച് നോക്കൂ, നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഇതേപോലൊരു ചെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കൊരു ചെയർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെയറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് നിൽക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കസേരയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ നീ ബെൻഡ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഇത്ര മാത്രം നിങ്ങൾ താഴോട്ട് വരിക. നിങ്ങളുടെ ആ ഒരു കാൽമുട്ട് ഇതേ കണക്ക് ഒരല്പം ബെൻഡ് ചെയ്ത് ഒരു സ്വല്പം നിങ്ങളുടെ ഗ്ലൂട്ട്സ് അല്പം പുറകോട്ടാക്കി ഇത്ര മാത്രം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ കണക്ക് ബെൻഡ് ചെയ്യാം. നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമായിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കണക്ക് ഇത് നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ കാൽമുട്ടുകളെയും നിങ്ങളുടെ കാലുകളെയും സ്ട്രെങ്തൻ ചെയ്യിക്കാനായിട്ട് നല്ല ഒരു വർക്കൗട്ടാണ്. ഇത്ര മാത്രം സൂപ്പർ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്കൊരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾക്കൊരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത്ര മാത്രം നിങ്ങൾ താഴുക. നിങ്ങളുടെ മുട്ട് ഒരല്പം മുമ്പിലോട്ട് ബെൻഡ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്കൊരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല വർക്കൗട്ട് സ്ക്വാട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്തത് നീ ബെൻഡാണ്. അടുത്ത് നമ്മൾ ഒരല്പം കൂടെ താഴോട്ടിരിക്കും. ഇതേ കണക്ക് കസേരയിൽ പിടിച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ ഇത്ര മാത്രം നിങ്ങളിരിക്കുക. ഇപ്പം നിങ്ങളുടെ ബോഡി ഈ ഒരു പൊസിഷനിലായിരിക്കും. ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പ് ചെയ്യുക. വീണ്ടും വളരെ സാവധാനം നിങ്ങളുടെ ബട്ടക്സ് ഭാഗം പുറകോട്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ മുട്ട് ഒരല്പം മുമ്പിലോട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണക്കിരിക്കാം. ഇത്ര മാത്രം സാവധാനത്തിൽ താഴ്ത്ത് വരിക. വെരി ഗുഡ്. ഇങ്ങനെ. ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ കാലിൻ്റെ ഫുൾ മസിൽ പാർട്സിനെയും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാനും സ്ട്രോങ് ആക്കാനും സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കസേരയുടെ സഹായത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ പ്രയോജനം ലഭിക്കും. കാരണം നിങ്ങളുടെ ബോഡി ബാലൻസ് ഒന്നും തെറ്റിപ്പോവില്ല. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്ത്രീകൾക്കും ആർക്ക് വേണമെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ടും നിങ്ങൾക്കൊരു 15 റെപ്സ് 10 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ആവർത്തിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിങ് വർക്കൗട്ടാണ്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം കാല് ഇതേ കണക്ക് പതുക്കെ പിടിച്ച് ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. നിങ്ങളുടെ ഒരു ബട്ടക്സ് ഭാഗത്ത് കാലുകൊണ്ട് തട്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾക്കൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഞാനൊന്നും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതേ കണക്ക് കസേരയിൽ പിടിക്കാം. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. കാല് ബെൻഡ് ചെയ്തുകൊണ്ട് ഇതേപോലെ കാല് മടക്കി നിങ്ങളുടെ ഒരു ബട്ടക്സ് ഭാഗത്തായിട്ട് നിങ്ങൾ ടച്ച് ചെയ്യുക. ഒരു 5 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇത് നല്ല ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ് നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ കാലിലെ ഫുള്ള് ജോയിൻസിനെയൊക്കെ ഒന്ന് ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന നല്ല ഒരു സ്ട്രെച്ചിങ് ആണ്.
ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു 5 6 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ആവർത്തിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു 3 സെറ്റൊക്കെ ഇതേ കണക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ ഒരു ദിവസം ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു 3 4 വർക്കൗട്ട് നിങ്ങൾക്ക് ദിവസേന നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെ വർക്കൗട്ട്. അപ്പം 4ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കാഫ് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് കസേരയിൽ ഇതേ കണക്ക് പിടിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഉയരാം. ഓക്കെ, സ്ട്രെച്ച് ചെയ്യാം മുകളിലോട്ട്. വളരെ നല്ല ഒരു എക്സസൈസാണിത്. പതുക്കെ താഴോട്ട് വരാം. അപ്പ് ഇത് കണക്ക് നിങ്ങൾക്ക് 1-2 സെക്കൻഡ് മുകളിൽ വന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം താഴോട്ട് വരാം. കണ്ടില്ലേ? ഇതേ കണക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ ബോഡിയൊക്കെ പാരലാക്കി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം ഇതേ കണക്ക് ഇതേപോലെ നിങ്ങൾക്ക് മുകളിലോട്ട് ഉയരാവുന്നതാണ്. സ്ട്രെച്ച് ആൻഡ് ഹോൾഡ്. ഇതേ കണക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ കാൽമുട്ടുകളെയും സ്ട്രെങ്തൻ ചെയ്യാൻ നല്ല ഒരു വ്യായാമമാണ്. അതിനൊക്കെ തന്നെ കാഫ് മസിൽ, നമ്മുടെ കാഫ് മസിലിലോട്ട് ആ ഒരു ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന നല്ല സൂപ്പർ ഒരു വ്യായാമമാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. എൻ്റെ ആ ഒരു ഉപ്പൂറ്റ് ഭാഗം താഴെയാണിപ്പോൾ, വിരലിൻ്റെ ഭാഗം മുകളിലോട്ട് സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെച്ച് ആൻഡ് ഹോൾഡ്. സാവധാനം താഴോട്ട് വരാം. ഇത് കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഒരു 10 തൊട്ട് 15 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. 3 സെറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. ഇതേപോലെ കസേരയിൽ പിടിച്ചുകൊണ്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ കസേരയുടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട. നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ കസേരയിൽ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതേ കണക്ക് മുകളിലോട്ട് ഉയരാം, താഴോട്ട്. വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ഈ റെപ്സുകളൊക്കെ പ്രത്യേകം ഓർത്ത് വച്ചേക്കുക. ഓക്കെ, അപ്പം അടുത്തായിട്ട് നമുക്ക് ഇരുന്നുകൊണ്ടുള്ള വർക്കൗട്ടുകളാണ്. ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ നമ്മുടെ കാലിൻ്റെ വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് കസേരയിലിരിക്കാം. ഓക്കെ, ഞാൻ ഈ ഇരിക്കുന്ന കണക്കിരിക്കാം. അതിനുശേഷം നിങ്ങളെ ഒരു കാല് പതുക്കെ മുകളിലോട്ട് ഇതേ കണക്ക് ഉയർത്തുക. നിങ്ങളുടെ ആ ഒരു ടോയ് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഇതേപോലെ നിങ്ങൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇതേ കണക്ക് കാല് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ ഒരു പാദം ഇതേ കണക്ക് ഇതേപോലെ. വെരി ഗുഡ്. ഇതേ കണക്ക് സ്ട്രെച്ച്. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിരിക്കണം നിങ്ങളുടെ കാല്. പതുക്കെ താഴോട്ട് കൊണ്ടുപോകാം. ഇതേ കണക്ക് മുകളിലോട്ട് കൊണ്ടുവന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ കാൽമുട്ടുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് സൂപ്പർ ഒരു എക്സസൈസാണ്. നിങ്ങൾ ഈ വ്യായാമങ്ങൾ നിങ്ങൾ നിത്യേന നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ ഓടിക്കയറാനും നിങ്ങൾക്ക് നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് ഒക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാനും നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യാനായിട്ടൊന്നും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ, അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. 2 കാലും ഒരേ കണക്ക് ഉയർത്തിയതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ താഴോട്ട് നിങ്ങൾ 1 താഴോട്ട് കൊണ്ടുവരിക, 2 3 കണ്ടില്ലേ? ഇതേ കണക്ക് സാവധാനത്തിൽ മുകളിലോട്ടും താഴോട്ടും പതുക്കെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാലായിട്ട് ഇതേ കണക്ക് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് 1 താഴോട്ട് അപ്പ് ചെയ്യുക മുകളിലോട്ട്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് 15 റെപ്സിൻ്റെ 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ 100% ഉറപ്പ് തരാം. നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് കിട്ടും. നിങ്ങളുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. കാൽമുട്ട് വേദന, കാലിൻ്റെ പെരുപ്പ്, അല്ലെങ്കിൽ കാലിലുണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആവലാതിപ്പെടേണ്ടി വരില്ല. നിങ്ങൾ അല്പം ഇതേ കണക്കുള്ള വ്യായാമങ്ങൾ കൂടി പരിശീലിച്ച് നോക്കുക. നമ്മളൊക്കെ കാലിൻ്റെ വേദനയൊക്കെ വരുമ്പോൾ ഓടി തൈലവും അതും ഇതൊക്കെ ഇടാനായിട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ കൂടി നമുക്ക് ഉപകരിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഇരുന്നിട്ട് വേറൊരു ചെയറിലോട്ട് നിങ്ങളുടെ കാല് ഉയർത്തി വെക്കാം. ഇത് കുറേ കൂടെ എളുപ്പമാണ് ഈ വർക്കൗട്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതേ കണക്ക് 1 അപ്പ് ചെയ്യുക. സാവധാനം താഴോട്ട് കൊണ്ടുപോകാം. 2 3 കണ്ടില്ലേ? ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ വ്യായാമങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ആവർത്തിക്കാവുന്നതാണ്. വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടുത്ത എക്സസൈസ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് കിടന്നുകൊണ്ടുള്ള നമ്മുടെ വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതേ കണക്കൊരു പില്ലോ, ഒരു ഉരുണ്ട പില്ലോ, അത് നമ്മുടെ വീടുകളിലെല്ലാം സ്ഥിരമായിട്ട് ഇപ്പോൾ കാണുന്നതാണ് ഈ പില്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പില്ലോയുടെ മുകളിലോട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് കാലുകൾ ഉയർത്തി വെക്കാം. ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കിടക്കാം. ഇപ്പം ഞാൻ കിടക്കുന്ന സമയത്ത് പില്ലോ എൻ്റെ തലയുടെ ഭാഗത്തായിട്ട് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പില്ലോ തലയുടെ ഭാഗത്തായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം കാലുകൾ പൊക്കി വെച്ചിട്ട് ഇതേപോലെ താഴോട്ട് ആ മുകളിലോട്ട് കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം.
സാവധാനത്തിൽ മുകളിലോട്ട് താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. നല്ല ഒരു വർക്കൗട്ടാണ്. കാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാല് മടക്കി ഇതേ കണക്ക് വെക്കാം. അടുത്ത കാല് പൊക്കി നമുക്ക് ആ ഫില്ലോടെ മുകളിൽ വെച്ചുകൊണ്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മുകളിലോട്ട് പതുക്കെ നിങ്ങൾ താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 2 കാലിലും ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ആവർത്തിക്കാം. നിങ്ങളുടെ കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കാൽമുട്ടുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ്. കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ, രക്തസഞ്ചാരമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന നല്ല ഒരു വർക്കൗട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആരുടെ സഹായമില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. ഈ വർക്കൗട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതെനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിടന്നുകൊണ്ട് തന്നെ ഇതേ കണക്ക് നിങ്ങൾക്ക് കിടക്കാം. ഓക്കെ, ഫ്ലോറിൽ കിടക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ് തന്നെ ആയാലും കുഴപ്പമില്ല, ബെഡ് തന്നെ ആയാലും കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ ഒരു കാൽ മടക്കി വെച്ചുകൊണ്ട് മറുകാൽ ഇതേ കണക്ക് ഉയർത്തുക. ഈ ഒരു പൊസിഷനിൽ ഉയർത്തുക. അതിനുശേഷം ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴോട്ട് കൊണ്ടുവരിക. സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് അതിനുശേഷം വീണ്ടും സാവധാനത്തിൽ ഉയർത്തുക. നിങ്ങളുടെ മുട്ടുകൾ ബെൻഡായി പോകരുത്. ഓക്കെ, നിങ്ങളുടെ കാല് മുകളിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാലിൻ്റെ പാദം നിങ്ങളുടെ ഒരു ഭാഗത്തായിട്ട്, നിങ്ങളുടെ തലയുടെ ഭാഗത്തായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നല്ല ഒരു സ്ട്രെച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് 10 തൊട്ട് 15 തവണ നിങ്ങൾക്ക് ആവർത്തിക്കാം. ഒരു 3 സെറ്റ് ചെയ്യാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കുക. നിങ്ങളുടെ കാൽപാദം ചെറുതായിട്ട് നിങ്ങളുടെ മുഖത്തിന് നേരെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക താഴോട്ട്. ഓക്കെ, ഇതേ കണക്ക് നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ കാൽമുട്ടുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കാലുകളിലോട്ടുള്ള ആ ഒരു കാലുകളുടെ മുഴുവൻ ആ ഒരു സ്ട്രെങ്തിനെയും സഹായിക്കുന്ന ഒരു സൂപ്പർ അടിപൊളി വ്യായാമമാണ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്യാം. ഇനി നമുക്ക് ഒരു വ്യായാമം കൂടിയാണ് അവശേഷിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫില്ലോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണിത്. ഓക്കെ, ഇത് കണക്ക് ഇരിക്കാം. അതിനുശേഷം നിങ്ങളുടെ കാല് പതുക്കെ ഉയർത്തി ആ ഒരു ഫില്ലോടെ മുകളിലായിട്ട് വെക്കുക. ഇതേപോലെ ഇതേ രീതിയിൽ. അതിനുശേഷം പതുക്കെ ബാക്കിലോട്ട് പതുക്കെ കൊണ്ടുവരിക. ഇതേ കണക്ക് മാക്സിമം തിരിച്ചു കൊണ്ടുപോവുക. ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കുക കാല്. ഓക്കെ, അതിനുശേഷം വീണ്ടും പതുക്കെ സാവധാനം ബാക്കിലോട്ട്. ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനെയും കാഫ് മസിലിനെയും ഒക്കെ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നല്ല പ്രയോജനം തരുന്ന വർക്കൗട്ടാണ്. ഈസി വർക്കൗട്ടാണ്. നിങ്ങളുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 15 പ്രാവശ്യം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. 3 തവണ ആവർത്തിക്കാം. അതിനുശേഷം അടുത്ത കാലിലും ആവർത്തിക്കുക. അപ്പം ഈ കാണിച്ചു തന്ന വ്യായാമങ്ങൾ ഏതെങ്കിലും ഒരു 3-4 വ്യായാമങ്ങൾ നിങ്ങൾ ദിവസേന നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.